പാലക്കാട് രാഹുൽ തരംഗം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ അവസാനവട്ട കണക്കുകൾ നമുക്ക് ലഭിക്കുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് പ്രവചിക്കാൻ കഴിയും. നിരീക്ഷണം നടത്താം, വിലയിരുത്താം. എന്നാൽ നമുക്ക് പ്രവചിക്കാൻ കഴിയും പാലക്കാട് രാഹുൽ തരംഗം ഉണ്ടായിരിക്കുന്നു. 3 വ്യക്തികൾക്കാണ് ആദ്യപടി എന്ന നിലയിൽ ഈ വിജയത്തിൻ്റെ അംഗീകാരം. ഒന്ന്, അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ. 2, മുൻ DCC പ്രസിഡന്റും പാലക്കാടത്തെ എം പിയുമായിട്ടുള്ള VK ശ്രീകണ്ഠൻ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ത്രിമൂർത്തികളുടെ കൃത്യമായ ഐക്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് പാലക്കാട് രാഹുൽ തരംഗം സൃഷ്ടിച്ചെടുത്തത് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഏറെ വാദപ്രതിവാദങ്ങൾ മുന്നണികൾ നടത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്ന് മുതൽ പാലക്കാട് വിവാദത്തിൻ്റെ നിഴലിലാണ്. വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് മാധ്യമ ചർച്ചകളിൽ വന്നിട്ടുള്ളത് എങ്കിലും അവിടെ ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ചർച്ചകളും ഗ്രാസ് റൂട്ട് ലെവലിൽ അവിടുത്തെ ബൂത്ത് തലത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, പാലക്കാട് കൃത്യമായിട്ടും ഒരു UDF മണ്ഡലമാണ്. മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് അല്പമെങ്കിലും മുന്നേറ്റം നടത്താൻ BJPക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നഗരസഭയിലും ഒരുപക്ഷെ BJP പുറകോട്ട് പോകാൻ, അല്ലെങ്കിൽ BJPക്ക് ഗണ്യമായ നിലയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സന്ദീപ് വാര്യരുടെ ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസിലേക്കുള്ള മാറ്റം പാലക്കാട് നഗരസഭയിൽ വലിയ നിലയിൽ BJPക്ക് ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയിൽ നിലനിൽക്കുന്ന വലിയ സംഘടനാ തർക്കം. പാലക്കാടാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന BJPക്കിടയിൽ ഏറ്റവും അധികം വിഭാഗീയത നിലനിൽക്കുന്ന ഒരു ജില്ലയാണ്. മാത്രമല്ല, ശ്രീകൃഷ്ണകുമാർ പക്ഷം അതുപോലെ തന്നെ മറ്റു പക്ഷങ്ങളൊക്കെ ചേർന്ന് വലിയ നിലയിൽ BJPക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം BJP പാലക്കാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിയില്ല എന്നാണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ പുറത്തുവരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തരംഗം ഉണ്ടായിരിക്കുന്നു. അക്കാര്യത്തിൽ സ്ഥാനാർത്ഥിയും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠയും MPയും 2 MPമാരും സ്ഥാനാർത്ഥിയും ഒരുമിച്ച് നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം കോൺഗ്രസിന്റെ സംഘടനാ മെഷീനറി പുറത്തു നിന്നുള്ള നേതാക്കന്മാർ, ജ്യോതികുമാർ ചാമക്കാലയെ പോലെ DCC പ്രസിഡന്റിനെ പോലെയുള്ള KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിലുള്ള കൃത്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് വർക്കാണ് പാലക്കാട് പൂർത്തീകരിച്ചത്. ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും UDFിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. പൊതുവെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം കുറെ കൂടി ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കും. നമുക്കറിയാം, പൊതുവെ പൊതു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സംഘടനാ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അല്പം മന്ദഗതി എപ്പോഴും UDFിന് ഉണ്ടാവാറുണ്ട്. അത് UDFിൻ്റെ ഭൂരിപക്ഷത്തിലും വിജയത്തിലും വലിയ നിലയിൽ അത് ബാധിക്കാറുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ കുറെ കൂടി കൃത്യമായിട്ടുള്ള ഇലക്ഷൻ മാനേജ്മെന്റ് നടത്തുവാൻ, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുവാൻ കോൺഗ്രസിനും UDFിനും കഴിയുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പരീക്ഷിച്ച് വിജയിച്ചതാണ്. അതിൻ്റെ തുടർച്ചയാണ് ചേലക്കരയിലും പാലക്കാടും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരമ്പരാഗതമായ UDF മണ്ഡലം, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വ്യക്തിപരമായ മികവ് നിങ്ങൾ നോക്കൂ. ആ സ്ഥാനാർത്ഥികളിൽ 3 സ്ഥാനാർത്ഥികൾ, ശ്രീകൃഷ്ണകുമാർ, P സരിൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവർ 3 പേരെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരു കൃത്യമായ നല്ല ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു ജനപ്രതിനിധിയുടെ, പൊതുപ്രവർത്തകൻ്റെ ബോഡി ലാംഗ്വേജ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമുക്ക് കാണാൻ കഴിയും. അതാണ് പാലക്കാട് ഏറ്റവും മികച്ച നിലയിൽ UDFിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും ഗുണകരമായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റു സ്ഥാനാർത്ഥികൾ മോശമല്ല. ശ്രീകൃഷ്ണകുമാർ ജനകീയനാണ്, അവിടുത്തെ നേതാവാണ്. അതുപോലെ തന്നെ P സരിനും പെട്ടെന്ന് പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആവാനും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതല്ലാതെ ഷാഫി പറമ്പിലിൻ്റെ നോമിനി ആയതുകൊണ്ടോ VK ശ്രീകണ്ഠൻ നോമിനി ആയതുകൊണ്ടോ ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല. മറിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ വ്യക്തിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം നേടിയെടുക്കാൻ കഴിയണം.
മറ്റു പല വിവാദങ്ങളുണ്ടായെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ നമുക്കാർക്കും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാ വിവാദങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് UDFന് തെരഞ്ഞെടുപ്പ് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത്. മറ്റു സ്ഥാനാർത്ഥികളെ കുറിച്ച് രാഹുൽ തരംഗം എന്ന ഹെഡ്ലൈനിൽ നടത്തുന്ന ഈ ചർച്ചയിൽ മറ്റു സ്ഥാനാർത്ഥികളെ കുറിച്ച് കൂടുതൽ പറയുന്ന അർത്ഥമില്ല. അത് മറ്റു പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് കൃത്യമായി പറയാം, UDFന്റെ വോട്ടുകളെല്ലാം പോൾ ചെയ്തിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവസാനവട്ട കണക്കുകൾ എടുക്കുമ്പോൾ BJPക്കും ഇടതുപക്ഷത്തിനും നെഞ്ചെടുപ്പ് കൂടുകയും, എന്നാൽ പാലക്കാട് നമ്മൾ മുൻപ് പ്രതീക്ഷിച്ചതുപോലെ തികച്ചും ഏകോഷീയമായ രാഹുൽ തരംഗം UDF തരംഗം ഉണ്ടായിരിക്കുന്നു. ഈ തരംഗത്തിൻ്റെ അലയൊലികൾ ചേലക്കരയിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മുൻപ് വിലയിരുത്തിയിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, 23-ന് വോട്ടെണ്ണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭൂരിപക്ഷം 10,000-ന് മുകളിൽ, അത് 15,000-ന് മുകളിലേക്ക് കടക്കുമോ എന്നത് മാത്രമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്.